നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ LBSന്റെ സ്റ്റാറ്റസ് അപ്ഡേഷൻസ് വെരിഫിക്കേഷൻസ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇന്ന് മുതൽ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള എന്തൊക്കെ റിമാർക്സുകളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് വന്നിരിക്കുന്ന മാർക്കുകൾ, +2 ലഭിച്ചിരിക്കുന്ന മാർക്കുകളൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാവുന്നതാണ്. ഇംപ്രൂവ്മെന്റ് മാർക്കുകൾ അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ റീവാലുവേഷൻ മാർക്കുകളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. പല കുട്ടികളുടെയും ആപ്ലിക്കേഷൻ സമയത്ത് തെറ്റി നൽകിയിരിക്കുന്ന മാർക്കുകളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി അത് പരിശോധിക്കുക. എന്തെങ്കിലും വ്യത്യാസങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ LBSുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് കൂടാതെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു സമയത്ത് എന്തെങ്കിലും ഡോക്യുമെന്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കറക്ഷൻ ടൈമാണ് ഇപ്പോൾ ഓപ്പൺ ആകുന്നത്. അപ്പോൾ ഈ ഒരു കറക്ഷൻ ടൈമിൽ നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണോ തെറ്റി നൽകിയിരിക്കുന്നത്, ക്ലാരിറ്റി ഇല്ലാതെ നൽകിയിരിക്കുന്നത്, അതൊക്കെ വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഒരു പക്ഷേങ്കിലും റിജക്റ്റ് ആവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന റിസർവേഷനുകൾ നഷ്ടപ്പെടുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. LBSൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘട്ടമാണ് ഈ ഒരു കറക്ഷൻ ടൈം എന്നുള്ളത്. അപ്പോൾ സ്റ്റാറ്റസ് വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റഡ് ഡാറ്റ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതുമാണ്. ഇത് കൂടാതെ തന്നെ മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കറിയാം, കേരളത്തിൽ വളരെ കുറച്ച് കോളേജുകൾ മാത്രമാണ് ഉള്ളത്. നിരവധി മാർക്കുള്ള കുട്ടികൾ കേരളം കിട്ടുന്ന പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ ആ ഒരു ഗൈഡൻസ് ലഭിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരള ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കാരണം എൻ്റെ ഏകദേശം 18 വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഗ്രൂപ്പിലെ മെമ്പേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കേരളത്തിൽ എങ്ങനെയൊക്കെയാണ് കോളേജുകൾ സെലക്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ കോളേജുകൾ ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ ജോയിൻ ചെയ്യരുത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഈ ഗ്രൂപ്പ് മെമ്പേഴ്സിന് നമ്മൾ പല ഗൂഗിൾ മീറ്റ് ക്ലാസ്സുകൾ കൂടെയൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും നിങ്ങൾ കേരള ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മൾ കേരളത്തിലേക്കുള്ള കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനും ഏതൊക്കെ കോളേജുകൾ ഏതൊക്കെ ഗ്രേഡിലുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കി നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനത്തിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള ഏറ്റവും മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടുവാനായിട്ട് നിങ്ങൾക്ക് പോസിബിലിറ്റി ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. ഈ ഒരു വർഷത്തെ കട്ട് ഓഫ് മാർക്കുകൾ എത്രയാവും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാരണം റാങ്ക് ലിസ്റ്റുകൾ വരാതെ നമുക്ക് ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഐഡിയ ലഭിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റുകൾ വന്നു കഴിഞ്ഞാലായിരിക്കും കുറച്ചും കൂടെ നമുക്ക് ആധികാരികമായിട്ട് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്ത് തന്നെയായാലും ഈ ഒരു വർഷവും നഴ്സിംഗിൽ തന്നെ നല്ല രീതിയിൽ ഡിമാൻഡുകൾ കാണുന്നുണ്ട് നിരവധി കുട്ടികൾക്ക്. കാരണം ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് മുന്നോട്ട് ഭാവിയിലേക്കാണെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രൊഫഷൻ എന്ന നിലയിൽ നഴ്സിംഗിന് നല്ല രീതിയിലുള്ള ട്രെൻഡുകൾ ഈ ഒരു വർഷവും കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കുള്ള കുട്ടികൾ തീർച്ചയായിട്ടും കേരളത്തിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു കോളേജ് ലഭിക്കുന്നതുമായിരിക്കും. നിരവധിയായിട്ടുള്ള പുതിയതായിട്ട് വന്നിരിക്കുന്ന കോളേജുകളും ഓപ്പൺ ആയിട്ടുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉചിതമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. നിങ്ങൾക്ക് LBS മാത്രമല്ല, ക്രിസ്ത്യൻ മാനേജ്മെന്റ്, PNC മാക്, മറ്റുള്ള പ്രൈവറ്റ് മാനേജ്മെന്റ് കോളേജുകളൊക്കെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻസ് കിട്ടാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. PNC മാക്കിന്റെ ആപ്ലിക്കേഷൻസ് 31 വരെയാണ് അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നീട്ടി നൽകിയിരിക്കുന്നത്. ഇനിയും ആരും ആപ്ലിക്കേഷൻസ് നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് സീറ്റിലേക്ക് നിങ്ങൾക്ക് PNC മാക്കിൽ ലോ മാർക്കിലൊക്കെ ആണെങ്കിൽ അഡ്മിഷൻസ് കിട്ടാനായിട്ടാണെങ്കിൽ PNC മാക്കിൽ ആപ്ലിക്കേഷൻസ് നൽകുക. ഇതോടൊപ്പം തന്നെ മാർക്ക് കുറവുള്ള കുട്ടികൾക്ക് കേരളത്തിൽ തന്നെ നോക്കി കേരളത്തിൽ കിട്ടത്തില്ലാത്ത ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്തേക്കുള്ള മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടുവാനുള്ള ഗൈഡൻസ് ആയിട്ട് നമ്മളൊരു ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്കുകളും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും അഡ്മിഷൻസിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉള്ള കുട്ടികളാണോ, അങ്ങനെയുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ സീറ്റ് അവൈലബിലിറ്റി ഉള്ള കോളേജുകളുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രിഫർ ചെയ്യുന്ന കോളേജുകളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ അവസരവും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് മാത്രമല്ല, കേരളത്തിന് പുറത്തേക്കാണെങ്കിലും നമുക്കറിയാം പല കോളേജുകളിലും ഒത്തിരിയും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഓരോ കോളേജുകളിലും സബ് കോളേജുകളും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ അംഗീകാരമില്ലാത്ത കോളേജുകളിലേക്കും ബാച്ചുകളിലേക്കും കുട്ടികൾ മാറുന്നുമുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ പറയുന്ന കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ നേരിടുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ കേരളത്തിലും നിരവധിയായിട്ടുള്ള തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ പല ഏജന്റുമാരും
25,000 രൂപയൊക്കെ മേടിച്ച് കേരളത്തിൽ അഡ്മിഷൻസ് നേടിത്തരാമെന്നുള്ള രീതിയിൽ വർഷങ്ങളായിട്ട് കുട്ടികളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വർഷവും നിരവധി കുട്ടികളുടെ പൈസയാണ് അതുപോലെ തന്നെ മാറിക്കിടക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട നിരവധി കുട്ടികൾ ഈ ഒരു വർഷം തന്നെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് 60%, 70% മാർക്കുള്ള കുട്ടികൾക്ക് പോലും കേരളത്തിൽ ലാസ്റ്റ് മിനിറ്റ് വരെ അഡ്മിഷൻസ് നേടിത്തരാമെന്ന് പറഞ്ഞിട്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് തട്ടിപ്പുകൾ ഏജന്റുമാർ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെയുള്ള ചതിക്കുഴികളിൽ വീഴാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് 25,000 രൂപ വലിയൊരു എമൗണ്ട് ആയിരിക്കില്ല, പക്ഷെ 100 കണക്കിന് ആൾക്കാരുടെ ചേർന്ന് കഴിയുമ്പോൾ അത് വലിയൊരു എമൗണ്ട് ആയിട്ട് വരുന്നതുമായിരിക്കും. അതാണ് മെയിനായിട്ട് ഈ തട്ടിപ്പ് നടത്തുന്നവരുടെ മെയിൻ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ മാർക്ക് ഉണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. മാർക്ക് കുറവാണെങ്കിൽ കേരളത്തിന് പുറത്തേക്കുള്ള മികച്ച കോളേജുകളിൽ അഡ്മിഷൻസ് നേടുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി അഡ്വൈസ് ചെയ്യാനുള്ളത്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.